ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കനാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ മീഡിയം സൈസായിട്ട് കട്ട് ചെയ്ത് നന്നായി വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 2 ഉണ്ട വെളുത്തുള്ളിയും വേണം. ഞാനിവിടെ ചെറിയ വെളുത്തുള്ളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതിനാണ് ടേസ്റ്റ് കൂടുതൽ. 3 ചെറിയ പീസ് ഇഞ്ചിയും വേണം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 3 ടേബിൾ സ്പൂൺ മുഴുവനെയുള്ള കുരുമുളകും വേണം. നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. പെപ്പർ ചിക്കന് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപയോഗിക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ ഇതുപോലെ ചതച്ചെടുക്കുന്നതാണ്. ഒരുപാട് ഇത് അരച്ചെടുക്കേണ്ട, ഇതുപോലെ ചതച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളകും പെരിഞ്ജീരകവും 5 ഏലക്കായും കൂടി ഇട്ടിട്ട് ഇത് ചതച്ചെടുക്കാം. ഇതിവിടെ എല്ലാം നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചതച്ചെടുക്കണം. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു കാസ്റ്റ് അയണിൻ്റെ വോക്ക് പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്ക് ഞാനിവിടെ 3 പീസ് പട്ടയും 5 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് ഇളക്കി കൊടുക്കാം. കുരുമുളകിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇത് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 4 സവോള നീളത്തിലരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം സൈസ് സവോളയാണ് ഞാൻ എടുത്തത്. അത് ഇതിലേക്കിട്ട് ഇളക്കി കൊടുക്കാം. ഇതോടൊപ്പം തന്നെ കുറച്ചധികം കരിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കരിവേപ്പിലയും കുരുമുളകും ഒക്കെ ചേർന്ന് നല്ലൊരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. കുറച്ച് കൂടുതൽ കരിവേപ്പില നമ്മൾ ഇതിലേക്ക് ചേർക്കും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ നല്ലൊരു മണമാണ് ഇതിന്. ഈ മസാലയുടെയും ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് എല്ലാം കൂടി ചേർന്നിട്ട് കരിവേപ്പിലയൊക്കെ കൂടെ ചേർന്നിട്ട് നല്ലൊരു മണമാണ് ഇപ്പം തന്നെ വരുന്നത്. ഇതിവിടെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും, ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത പൊടികളാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുമ്പോഴേക്ക് ഞാനിവിടെ 4 ടൊമാറ്റോ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ടൊമാറ്റോ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയ ശേഷം ഇത് മൂടി വെച്ച് ഈ മസാലയെല്ലാം നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി നല്ലതുപോലെ വെന്തുടയണം. ഈ സമയം കൊണ്ട് ഞാനിവിടെ 1/4 കപ്പ് കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനു വേണ്ടി കാഷ്നട്ട് എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി കാഷ്നട്ട് തന്നെ ഉപയോഗിക്കണം. ഇതൊക്കെ ടേസ്റ്റ് കൂട്ടുന്ന കാര്യങ്ങളാണ്. ഈ കാഷ്നട്ടിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കാം. ചിക്കൻ കറി ലാസ്റ്റ് റെഡിയാവുന്ന സമയമാകുമ്പോഴേക്ക് ഇത് കുതിർന്ന് കിട്ടും. ആ സമയം നല്ലതുപോലെ ഇത് അരച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് കറിയിലേക്ക് ചേർക്കേണ്ടത്. ഇതിനി മാറ്റി വെക്കാം. ഇതിവിടെ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മസാല എല്ലായിടത്തും വരത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇത് പാത്രം മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 20-25 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം.
ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ആഡ് ചെയ്യണ്ട. ഇത് ഈ ചിക്കനിൽ നിന്ന് തന്നെ ഗ്രേവി വരും. അടിക്ക് പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്നൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇതിവിടെ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിവിടെ ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പേസ്റ്റ് ഈ ചിക്കൻ കറിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടോ, ചിക്കനിൽ ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇത് ചിക്കനിൽ നിന്നും തക്കാളിയിൽ നിന്നും ഒക്കെ ഊറി വന്ന ചാറാണ്. ഇനി ഈ പേസ്റ്റ് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. കാഷ്നട്ട് ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഇത് ഇളക്കിയ ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അത് ചൂടാവുമ്പോഴേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്, പക്ഷേ ഇത് ഇങ്ങനെ കൂടി ചെയ്ത് ഈ പെപ്പർ ചിക്കൻ ഉണ്ടാക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടും. ഇതിലേക്ക് 2 വറ്റൽ മുളകും കുറച്ചധികം കരിവേപ്പിലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ താളിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഈ കറിയിലേക്കിട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. പെപ്പർ ചിക്കൻ ഇവിടെ തയ്യാറായി. ഇത് നമുക്ക് ചപ്പാത്തിയുടെയും നെയ്ച്ചോറിൻ്റെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.